ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മമ്മിക്ക് അങ്ങനെ അധികം ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാർക്ക് ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോവാനും അവിടെ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് പറ്റുന്ന പോലെ ആ ഒരു സമയത്ത് പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ടുമുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ അനുഗ്രഹം ലഭിച്ചിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മാത്രം മമ്മിക്ക് പല തടസ്സങ്ങൾ മൂലം ആ ഒരു ടൈമിൽ പോകാൻ പറ്റാറില്ലായിരുന്നു. ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം ഞാൻ റിക്കുവിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിന്നൊരു സ്ഥലം വരെ പോവാം. ഒരു സ്ഥലത്ത് മാത്രമല്ല, അന്ന് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർബന്ധമായിട്ടും അന്ന് ഇങ്ങോട്ട് തന്നെ പോകണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, മമ്മിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഇങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ മമ്മിയുടെ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. ഇവിടെ ഇപ്പം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം. ഇന്ന് ജൂൺ 8, വിശുദ്ധ മറിയം ത്രേസ്യായുടെ ഓർമ്മ ദിനം. 1876 ഏപ്രിൽ 26-നാണ് തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറയിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജനനം. വിശുദ്ധ മറിയം ത്രേസ്യ നമ്മുടെ സഭയുടെ സ്ഥാപക കൂടെയാണ്. എന്ന് വെച്ചാൽ ഹോളി ഫാമിലി അഥവാ തിരുകുടുംബസഭ സന്യാസിനി സമൂഹത്തിന്റെ വിശുദ്ധ സ്ഥാപക കൂടിയാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെ മധ്യസ്ഥയായാണ് വിശുദ്ധയെ അറിയപ്പെടുന്നത് പോലും. കുടുംബത്തിലെ ക്ഷേമത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ഒരു വിശുദ്ധ. തന്റെ ജീവിതകാലത്ത് തന്നെ അനേകം വെളിപാടുകൾ ലഭിച്ച വ്യക്തിയും ക്രിസ്തുവിന്റെ സഹനങ്ങൾ പങ്കുവയ്ക്കുന്ന സ്റ്റിഗ്മാറ്റ അഥവാ ശരീരത്തിൽ മുറിവുകൾ പ്രത്യക്ഷപ്പെടുക, ഇതെല്ലാം അനുഭവപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ വിശുദ്ധ. 2019 ഒക്ടോബർ 13-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. 1926 ജൂൺ 8-ന് കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ച് അന്തരിക്കുകയായിരുന്നു. ഇന്ന് മമ്മി തന്നെയാണ് ഈ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചതും. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെ കാവൽ മാലാഖയായി അറിയപ്പെടുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഓർമ്മ തിരുനാൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവണേ എന്ന് വിശുദ്ധ മറിയം ത്രേസ്യയോട് ഒന്നിച്ചു തന്നെ പ്രാർത്ഥിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.